ഹായ് വെൽക്കം ടു സ്മാർട്ട് ഫോളിയോ. നമ്മൾ ഈ വീഡിയോയിൽ DIASും FIASും അവരുടെ ഹോൾഡിങ്സ് വർദ്ധിപ്പിച്ചെന്ന് പറഞ്ഞാൽ 2024 കഴിഞ്ഞ ക്വാർട്ടറിൽ 24 മാർച്ചിന് ശേഷം അവരുടെ ഹോൾഡിങ്സ് വർദ്ധിപ്പിച്ച കുറച്ച് സ്റ്റോക്കുകൾ. എന്നാലോ ഇപ്പോഴും ഡിസ്കൗണ്ട് പ്രൈസിൽ അവൈലബിളുമായിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റോക്കുകളും കൂടി നിങ്ങളെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളെ അനാലിസിസിൽ ഉൾപ്പെടുത്താം. അതിനു മുമ്പ് നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആരെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഇങ്ങാണ്ട് പഠിക്കാനും അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനും അതിൽ നിന്നൊരു പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാനൊക്കെ താല്പര്യമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ചാനലിൽ പോയിട്ട് ബേസിക് ടു പ്രോ ലെവൽ ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ് ട്യൂട്ടോറിയൽ എന്ന പ്ലേലിസ്റ്റിൽ അറൌണ്ട് 20ഓളം ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊരു സീരീസ് ആണ്. അത് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും തന്നെ നമ്മൾ ഓരോ ക്ലാസ്സുകൾ വീതം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നോക്കിയിട്ട് പഠിക്കുക. അതേപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ എല്ലാ വീഡിയോന്റെയും ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കിടപ്പുണ്ട്. നമ്മൾ എടുക്കുന്ന സ്വിംഗ് ട്രേഡുകൾ നമ്മൾ അവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, മിഡ് ക്യാപ്പ്, ഫിൻ നിഫ്റ്റി ഇതിന്റെ ഒക്കെ സപ്പോർട്ട് ലെവൽ ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ ഡെയിലി അപ്ഡേറ്റ് ചെയ്തിട്ട് നമ്മളവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളിൽ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കിടപ്പുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ പറയപ്പെട്ടതുപോലെ തന്നെ FIAസും DIAസും ഒരേപോലെ തന്നെ അവരെ ഹോൾഡിങ്സ് വർദ്ധിപ്പിച്ച എങ്കിലോ ഇപ്പോഴും നല്ല ഡിസ്കൗണ്ട് പ്രൈസിൽ അവൈലബിൾ ആയിട്ടുള്ള 5 സ്റ്റോക്കുകൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യത്തെ തന്നെ നമ്മൾ ഉജ്ജീവൻ സ്മോൾ ഫൈനാൻസ് ആണ്. ഉജ്ജീവൻ FD നിങ്ങൾക്ക് ഇവിടെ ഇതിൽ കാണാൻ പറ്റും. ഇതില് മന്ത്ലി ടൈം ഫ്രെയിമിലാണ് ഞാൻ ഈ ചാർട്ട് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ഡിസ്കൗണ്ട് എത്രത്തോളം ഡിസ്കൗണ്ടിലാണ് എന്നുള്ളത് നോക്കാം. ഈ ഒരു പോയിന്റ് ഓൾ ടൈം ഹൈയിൽ നിന്നും ഡിസ്കൗണ്ട് ഏകദേശം 31% ഡിസ്കൗണ്ട് പ്രൈസിൽ ഇപ്പോൾ ഇത് അവൈലബിൾ ആണ്. ഇതിലെ ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് ആയിരിക്കുന്നത് 2023 ഡിസംബറിലാണ് ഓൾ ടൈം ഹൈ പോയിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോഴത്തേക്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 31% ഡിസ്കൗണ്ടിലാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ഇതിന്റെ തന്നെ നമുക്ക് ഇൻവെസ്റ്റേഴ്സിന്റെ ഒരു നോക്കാം. അപ്പോൾ ഞാനത് നേരെ സ്ക്രീനർ .inലാണ് വന്നിരിക്കുന്നത്. നമുക്ക് അവിടെ ഉജ്ജീവൻ സ്മോൾ ഫൈനാൻസ് നമ്മൾ ഇവിടെ ഇത് ചെയ്യുന്ന ജസ്റ്റ് നമുക്ക് അതിന്റെ ഒരു ഫണ്ടമെന്റൽ നോക്കി നോക്കാം കേട്ടോ. സ്റ്റോക്ക് P 6.62 ആണ്, ROCE 11.1, ROE 26.7, ക്വാർട്ടർലി പ്രോഫിറ്റ് എന്നുള്ളത് മൈനസിലാണ് കിടക്കുന്നത്. ക്വാർട്ടർലി സെയിൽസ് 22 ഓക്കെ. പിന്നെ ഞാൻ കൂടുതലായിട്ടൊന്നും പോകുന്നില്ല. ഡെപ്റ്റ് ടു ഇക്വിറ്റി 5.99 ആണ് വരുന്നത്. പിന്നെ പ്ലഡ്ജ്ഡ് പെർസെന്റേജ് 0 ആണ്. ഓക്കെ. ഇതില് നമ്മുടെ പ്രൊമോട്ടർ ഹോൾഡിംഗ് 0 ആണ് ഇപ്പോൾ ഉള്ളത്. FIAസിന്റെ ഹോൾഡിംഗ്സ് 24.7%, DIAസിന്റെ ഹോൾഡിംഗ്സ് 7.33%. ഞാനിതിൽ ഫണ്ടമെന്റലി ഞാൻ വല്ലാതെ പോകുന്നില്ല എന്ന് പറയാൻ കാരണം നമ്മളിത് നോക്കുന്നത് FIAസും DIAസും ഈ ചെറിയൊരു പർട്ടിക്കുലർ കഴിഞ്ഞ ക്വാർട്ടറിന് ശേഷം അവരുടെ ഹോൾഡിംഗ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ ഹോൾഡിംഗ്സ് വർദ്ധിപ്പിച്ചിട്ട് എന്നുള്ളത് കാരണം അവരെന്തായാലും ഈ ഒരു സ്റ്റോക്കിൽ ഒരു ഗ്രോത്ത് കണ്ടത് കൊണ്ടാവുമല്ലോ എന്തായാലും അവരുടെ ഹോൾഡിംഗ്സ് വർദ്ധിപ്പിച്ചിട്ടുണ്ടാവുക. FIAസും DIAസും എന്ന് പറഞ്ഞാൽ അവർക്ക് ഓൾറെഡി അനാലിസിസിന് വേണ്ടിയിട്ട് സ്കില്ലഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ടീംസ് ഉള്ളവരാണ്. അപ്പം അവരുടെ അനാലിസിസിൽ ഈ സ്റ്റോക്കുകൾക്ക് ഗ്രോത്ത് കണ്ടത് കൊണ്ടാവുമല്ലോ അവരുടെ ഹോൾഡിങ്സ് വർദ്ധിപ്പിച്ചിട്ടുണ്ടാവുക. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഒരു ഫണ്ടമെന്റലി വല്ലാതെ പോവാത്തത്. അപ്പൊ നമുക്ക് നേരെ ഇൻവെസ്റ്റേഴ്സിന്റെ ഇതിലോട്ട് പോയി നോക്കാം. നമുക്ക് ഇവിടെ നോക്കാം. കഴിഞ്ഞ മാർച്ച് 24 പ്രൊമോട്ടേഴ്സിന്റെ ഹോൾഡിങ്സ് 73 ആയിരുന്നു. പക്ഷെ ജൂൺ 24 വന്നപ്പോഴത്തേക്കും അത് 0 ആയി. കാരണം പ്രൊമോട്ടേഴ്സ് തന്നെ അവരുടെ ഹോൾഡിങ്സ് എല്ലാം സെൽ ചെയ്തു. അതിനുശേഷം FIAസിന്റെ കഴിഞ്ഞ മാർച്ച് 24 3.48% വന്നു. പക്ഷേ അത് ജൂൺ 24 ആയപ്പോൾ 24.68%. അറൌണ്ട് 21.2% അവർ ഹോൾഡിങ്സ് അവർക്ക് വർദ്ധിപ്പിച്ചു. അതേപോലെ തന്നെ DIAs മാർച്ച് 24 2.33% ഉണ്ടായിരുന്ന സ്ഥാനത്ത് ജൂൺ 2024 ആയപ്പോഴത്തേക്കും 7.33%, ഏകദേശം 5% അവരുടെ ഹോൾഡിങ്സ് അവർ വർദ്ധിപ്പിച്ചു. അടുത്ത സ്റ്റോക്കിലേക്ക് പോകാം നമുക്ക്. ഞാൻ അധികം സമയം കളയാതിരിക്കാനാണ് ഞാൻ പെട്ടെന്ന് പോകുന്നത് കേട്ടോ. അടുത്ത സ്റ്റോക്ക് നമുക്ക് പോകാനുള്ളത് JTL ഇൻഡസ്ട്രീസ് ആണ്. JTL ഇൻഡസ്ട്രീസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുമ്പോൾ 214.95 215 രൂപയിലാണ് പോകുന്നത്. ഇതിന്റെ തന്നെ ഓൾ ടൈം ഹൈയിൽ നിന്നുള്ള ഇപ്പോഴത്തെ ഡിസ്കൗണ്ട് ഉള്ളത് അറൌണ്ട്
അറൌണ്ട് 22-23% ഡിസ്കൗണ്ടിലാണ് ഇപ്പോൾ ഇത് അവൈലബിൾ ആയിരിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇത് ഏറ്റവും കൂടുതൽ ഓൾ ടൈം ഹൈ പോയിരിക്കുന്നത് മാസം എന്ന് പറഞ്ഞാൽ 2024 ഈ വർഷം ഫെബ്രുവരി മാസത്തിലാണ് ഏറ്റവും കൂടുതൽ ഹൈ പോയിരിക്കുന്നത്. ആ ഒരു ഹൈ പ്രൈസ് എന്ന് 23% ഇപ്പോൾ ഡൗൺ ആയിട്ട് കിടക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ പ്രൊമോട്ടർ ഹോൾഡിംഗ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. JTL ഇൻഡസ്ട്രീസ് നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് ആ ഒരു ഫണ്ടമെന്റൽ ഒന്ന് കണ്ണോടിക്കാം. ROCE 24.7, ROE 19.1 ഓക്കെയാണ്, ഗുഡ് ആണ്. ക്വാർട്ടർലി പ്രോഫിറ്റ് ഇൻക്രീസ് ആണ് 21%. സെയിൽസിലും വർദ്ധനയുണ്ട്, ഗ്രോത്ത് ഉണ്ട് 2 ഓക്കെ. പിന്നെ ഡെപ്റ്റ് ടു ഇക്വിറ്റി 0.3% ഉള്ളൂ. പിന്നെ പ്ലഡ്ജർ പെർസെന്റേജ് 0 ആണ്. FISന്റെ ഹോൾഡിംഗ് 10.1%, DIS 1.94%, പ്രൊമോട്ടർ ഹോൾഡിംഗ് 54.2%. ഇനി നമുക്ക് നേരെ ഇതിന്റെ പ്രൊമോട്ടർ ഹോൾഡിംഗ് അതേപോലെ FISന്റെ ഹോൾഡിംഗ് നമുക്ക് നോക്കാം. മാർച്ച് 24 54.3% പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉണ്ടായിരുന്നത്. പക്ഷെ അത് ഇപ്പോഴും ജൂലൈ 2024 ആയപ്പോൾ അത് 50.21% കുറഞ്ഞു. അപ്പം അറൌണ്ട് ഒരു 4% അവര് അവരെ ഹോൾഡിങ്സ് സെല്ല് ചെയ്തു. ഇനി നമുക്ക് FISന്റേത് കഴിഞ്ഞ മാർച്ചിൽ 4.48% ഇപ്പോ അത് ജൂലൈ ആയപ്പോഴത്തേക്കും ജൂലൈ 2024 10.06%, അറൌണ്ട് 5.58% അവരുടെ ഹോൾഡിങ്സ് അവർ വർദ്ധിപ്പിച്ചു. ഇനി DISന്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർച്ച് 24 0.07% എങ്കിലോ ഇപ്പോഴ് ജൂലൈ ആയപ്പോഴത്തേക്കും അത് 1.94%, അതായത് 1.64% അവരുടെ ഹോൾഡിങ്സ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടാമത്തെ ഈ ഒരു സ്റ്റോക്കിലും JTL ഇൻഡസ്ട്രീസിലും നമ്മൾ പ്രൊമോട്ട് FISന്റെയും DISന്റെയും അവരുടെ ഹോൾഡിങ്സ് വർദ്ധിപ്പിച്ച് നമ്മൾ കണ്ടു. മൂന്നാമത്തെ സ്റ്റോക്ക് ട്രില്ലാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ട്രില്ലിന്റെ തന്നെ മന്ത്ലി ചാർട്ടാണ് ഇത് കിടക്കുന്നത്. മന്ത്ലി ചാർട്ടിൽ നമ്മൾ ഇത് എത്ര ശതമാനം ഡിസ്കൗണ്ട് പ്രൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കാം. നമുക്ക് ഇതിന്റെ ഓൾ ടൈം ഹൈയിൽ നിന്നും അറൌണ്ട് അറൌണ്ട് 10% ഇപ്പോൾ ഡിസ്കൗണ്ട് പ്രൈസിലാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത്. 10% ഡിസ്കൗണ്ട് പ്രൈസിലാണ്. അതേപോലെ തന്നെ ഇത് ഓൾ ടൈം ഹൈ പോയിരിക്കുന്നത് കഴിഞ്ഞ മാസം ജൂൺ 2024 ഓൾ ടൈം ഹൈ പോയിരിക്കുന്നത്. ആ ഒരു ഓൾ ടൈം ഹൈയിൽ നിന്നും അറൌണ്ട് 10% ഡിസ്കൗണ്ട് പ്രൈസിലാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ പ്രൊമോട്ടർ ഹോൾഡിങ്ങും അതേപോലെ തന്നെ DISന്റെ ഹോൾഡിംഗും ഒക്കെ വർദ്ധിപ്പിച്ച് നമുക്ക് നോക്കാം. ട്രില്ല് നമ്മൾ ഇതിന് screener.in പോകുന്നത് കേട്ടോ. സ്ക്രീനറിലാണ് നമ്മൾ ഇതിന്റെ ഫണ്ടമെന്റലി ഒക്കെ അതേപോലെ തന്നെ ഹോൾഡിങ്സ് ഇൻവെസ്റ്റേഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ട്രില്ല് ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ് ഇന്ത്യ ട്രില്ല് കണ്ടില്ലേ. ഇതിൽ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ ROCE 14.8, ROE 9.33, പിന്നെ പ്രൊമോട്ടർ ഹോൾഡിംഗ് 66.2, സെയിൽസ് ക്വാർട്ടർലി പ്രോഫിറ്റിലൊക്കെ 265% ഗ്രോത്ത് ആണ്. സെയിൽസിലും അതേപോലെ തന്നെ 107% ഗ്രോത്ത് ആണ്. അതേപോലെ ഡെപ്റ്റ് ടു ഇക്വിറ്റി 0.46% ആണ് ഡെപ്റ്റ് ടു ഇക്വിറ്റി. പ്രൊമോട്ടർ ഹോൾഡിംഗ് നമ്മൾ പറഞ്ഞു. പ്ലഡ്ജഡ് പെർസെന്റേജ് 22.3% ഉണ്ട്. ഓക്കെ, അത് നമ്മൾ അതിലോട്ട് കൂടുതലായിട്ട് പോകുന്നില്ല. FIS ഹോൾഡിങ്സ് 8%, DISന്റെ ഹോൾഡിങ്സ് 6.33%, പ്രൊമോട്ടർ ഹോൾഡിംഗ് 66.2%. ഇനി നമ്മൾ ഇൻവെസ്റ്റേഴ്സിന്റെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പ്രൊമോട്ടർ ഹോൾഡിംഗ് മാർച്ച് 24 69.65% ആയിരുന്നത് ജൂൺ 24 ആയപ്പോഴത്തേക്കും 66.16%. അറൗണ്ട് എനിക്ക് തോന്നുന്നു എത്ര ഒരു 2-2.5% അല്ലെ, 2-2.5% കുറച്ചിട്ടുണ്ട്. എങ്കിലോ FISന്റെതോ കഴിഞ്ഞ മാർച്ചിൽ 4.45% ആയിരുന്നത് ഇപ്പോൾ 8%. അതായത് 3.55% FIS അവരെ ഹോൾഡിങ്സ് വർദ്ധിപ്പിച്ചു. ഇനി DISന്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ മാർച്ച് 24 1.89% ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോ ജൂൺ 2024 ആയപ്പോഴത്തേക്കും 6.33% അത് ഉയർത്തി. അത് അറൌണ്ട് DISും 4.4% ഹോൾഡിങ്സ് വർദ്ധിപ്പിച്ചു. അപ്പം ഈ ഒരു സ്റ്റോക്കിലും FISും DISും അവരെ ഹോൾഡിങ്സ്
കഴിഞ്ഞ ക്വാർട്ടറിന് ശേഷം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. പ്രൊമോട്ടേഴ്സിന്റെ ഹോൾഡിങ്സ് കുറച്ചു FIIസും DIAസും അത് അവരുടെ ഹോൾഡിങ്സിൽ വർദ്ധിപ്പിച്ചു. ഇനി അടുത്ത സ്റ്റോക്ക് നോക്കാം നമുക്ക്. അടുത്ത സ്റ്റോക്ക് സെല്ലോ വേൾഡ്. സെല്ലോ എന്നുള്ളതാണ് ഈ ഒരു സ്റ്റോക്കിന്റെ പേര് വരുന്നത്. ഇതിന്റെ തന്നെ നമുക്ക് എത്ര ശതമാനം ഡിസ്കൗണ്ട് പ്രൈസിലാണ് ഇത് അവൈലബിൾ ആയത് എന്നുള്ളത് നോക്കാം. പ്രൈസ് റേഞ്ച് അറൗണ്ട് നമുക്കിത് അറൗണ്ട് ഒരു 5-5.5% ഡിസ്കൗണ്ട് പ്രൈസിൽ ഇത് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഈ ഒരു സ്റ്റോക്കിന്റെ ഓൾ ടൈം ഹൈ ഈ മാസം ജൂലൈ മാസത്തിൽ തന്നെയാണ് ഓൾ ടൈം ഹൈ പോയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ തന്നെ ഫണ്ടമെന്റലി ഒന്ന് നോക്കാം. സെല്ലോ വേൾഡ് സ്ക്രീനറിൽ ഞാൻ അടിച്ചു. അപ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. ROCE 36.3, ROE 44.42, ക്വാർട്ടർലിയും അതേപോലെ സെയിൽസ് ഗ്രോത്തിനൊന്നും കൊടുത്തിട്ടില്ല. ഡെപ്റ്റ് ടു ഇക്വിറ്റി 0.32%. അതേപോലെ തന്നെ ഇൻഡസ്ട്രി പ്രൊമോട്ടർ ഹോൾഡിംഗ് 75% ഉണ്ട്. FIIസിന്റെ ഹോൾഡിംഗ് 7.74% ഉണ്ട്. DIAസിന്റെ ഹോൾഡിംഗ് 13.2%. അപ്പൊ ഈ പ്രൊമോട്ടർ ഹോൾഡിംഗും FIന്റെ ഹോൾഡിംഗും DIന്റെ ഹോൾഡിംഗും കഴിഞ്ഞാൽ പിന്നെ പബ്ലിക്കിനായിട്ട് വലിയ ശതമാനമൊന്നും ഇല്ല കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ ഇൻവെസ്റ്റേഴ്സിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. പ്രൊമോട്ടേഴ്സിൻ്റെത് കഴിഞ്ഞ മാർച്ചിൽ 78.06% ഉണ്ടായിരുന്നു. എങ്കിലും ഇപ്പൊ ജൂലൈ ആയപ്പോഴത്തേക്കും അത് 75% ഇത് കുറച്ചു. അതായത് 3.06% അവര് സെൽ ചെയ്തു. എങ്കിലോ നമ്മളെ FIIസോ 4.43 ആയിരുന്നു മാർച്ച് 24 ഉണ്ടായിരുന്നത്. അത് ഇപ്പോ 7.74%. അതായത് FIIസ് 3.31% അവരുടെ ഹോൾഡിങ്സ് വർദ്ധിപ്പിച്ചു. ഇനി DIS കഴിഞ്ഞ മാർച്ചിൽ 12.44% ഉണ്ടായിരുന്നത് ഇപ്പോ ജൂലൈയില് 13.17% ഉള്ളത്. അതായത് 1.09% അത് അവരുടെ ഹോൾഡിങ്സ് അവർ വർദ്ധിപ്പിച്ചു. അപ്പോൾ ഇനി അടുത്ത സ്റ്റോക്ക് നമുക്ക് നോക്കാം. അതാണ് PSP പ്രൊജക്ട്സ്. അപ്പോൾ PSP പ്രൊജക്ട്സിന്റെ ചാർട്ടാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ഇതും മന്ത്ലി ചാർട്ട് തന്നെയാണ്. PSP പ്രൊജക്ട്സ് ഇതിന്റെ എത്ര ശതമാനം ഡിസ്കൗണ്ടിലാണ് നമുക്ക് ഇത് അവൈലബിൾ എന്നുള്ളത് ആദ്യം നോക്കാം. ഇതിന്റെ ഓൾ ടൈം ഹൈയിൽ നിന്നും അറൗണ്ട് ഒരു 18% ഡിസ്കൗണ്ട് പ്രൈസിലാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ തന്നെ ഫണ്ടമെന്റലി ഒന്ന് നോക്കിയിട്ട് പ്രൊമോട്ടർ ഹോൾഡിംഗ് FIIസിന്റെ ഹോൾഡിങ്സ് എല്ലാം നോക്കാം. PSP പ്രൊജക്ട്സ് ലിമിറ്റഡ് ഇവിടെ വന്നു. നമ്മൾ ഇതിന്റെ ഫണ്ടമെന്റലി ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിന്റെ ROCE 19.1, ROE 14.4. ഓക്കെ, ക്വാർട്ടർലി മൈനസിലാണ് കേട്ടോ ഗ്രോത്ത്. ക്വാർട്ടർലി പ്രോഫിറ്റ് മൈനസിലാണ്. അതേപോലെ സെയിൽസ് ഗ്രോത്തും മൈനസിലാണ്. ഓക്കെ, ഡെപ്റ്റ് ടു ഇക്വിറ്റി 0.5 ആണ്. പ്ലഡ്ജർ പെർസെന്റേജ് 0 ആണ്. FIIസിന്റെ ഹോൾഡിങ്സ് 7.02, DIAസിന്റെ 10.4, പ്രൊമോട്ടർ ഹോൾഡിംഗ് 60.1. ഇനി നമുക്ക് ഈ ഒരു ഹോൾഡിങ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. ഇൻവെസ്റ്റേഴ്സിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ മാർച്ച് 2024 ക്വാർട്ടറിൽ 66.22% പ്രൊമോട്ടേഴ്സിന്റെ ഹോൾഡിങ്സ് ഉണ്ടായിരുന്നു. എങ്കിൽ ഇപ്പൊ ജൂൺ ആയപ്പോഴത്തേക്കും അത് 60.14% കുറഞ്ഞു. അറൗണ്ട് ഒരു 5% കുറഞ്ഞു അല്ലെ? 5 അല്ല, ഒരു 6 സംതിങ് കുറവ് വന്നു. എങ്കിൽ നമ്മുടെ FIIസിന്റെ 2.31 ആയിരുന്നു മാർച്ച് 24 ഉണ്ടായിരുന്നത്. അത് ഇപ്പോ 7.02%. അതായത് 4.71% അവർ വർദ്ധിപ്പിച്ചു. DIAസിൻ്റെത് 4.53% നിന്നും 10.45% അവർ ഉയർത്തി. അതായത് 5.92% ഹോൾഡിങ്സ് അവർ വർദ്ധിപ്പിച്ചു. അപ്പം ഈ ഒരു സ്റ്റോക്കിലും നമ്മൾ FIIസിന്റെയും DIAസിന്റെയും ഹോൾഡിങ്സ് വർദ്ധിപ്പിച്ചത് നിങ്ങൾ കണ്ടു അല്ലേ? ഇനി നമുക്ക് അടുത്തത് പോവാനുള്ളത് ഗ്ലാൻഡ് ഫാർമ എന്നുള്ള സ്റ്റോക്കിലോട്ടാണ്. ഗ്ലാൻഡ് ഫാർമയുടെ മന്ത്ലി ചാർട്ടിലാണ് ഞാൻ ഉള്ളത്. ഇതിൽ തന്നെ നമുക്ക് ആദ്യം എത്ര പെർസെന്റേജ് ഡിസ്കൗണ്ടിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് നോക്കാം. ഓൾ ടൈം ഹൈയിൽ നിന്നും അറൗണ്ട് 53% ഡിസ്കൗണ്ട് പ്രൈസിലാണ് ഇപ്പോൾ ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അതേ സ്ഥാനത്ത് ഓൾ ടൈം ഹൈ വന്നിരിക്കുന്നത് എപ്പോഴാണെന്നറിയോ?
ഓഗസ്റ്റ് 2021 ഓഗസ്റ്റിലാണ് ഏറ്റവും ഹൈ വന്നിരിക്കുന്നത്. അവിടെ നല്ലൊരു ഫാള് വന്നിട്ട് ഇപ്പോ ഒരു ബേസ് ഉണ്ടാക്കിയിട്ട് തിരിച്ച് കയറുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹോൾഡിങ്സ് FIAസും DIAസുമാരെ ഹോൾഡിങ്സ് വർദ്ധിപ്പിച്ചത് ഈ റീസെന്റ് ഈ കഴിഞ്ഞ മാർച്ചിന് ശേഷം വർദ്ധിപ്പിച്ച കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോ എന്തായാലും ഇതിലൊരു ഗ്രോത്ത് അവർ കാണുന്നത് കൊണ്ടാണ് അവരുടെ ഹോൾഡിങ്സ് അവർ വർദ്ധിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. ഞാൻ അതിന് ഫണ്ട ചെക്ക് ചെയ്യാന് ഗ്ലാൻഡ് ഫാർമ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ROC 13.6, ROE 9.2, ക്വാർട്ടർലി പ്രോഫിറ്റ് 69.8, ഗ്രോത്ത് ആണ്. സെയിൽസിലും ഗ്രോത്ത് തന്നെയാണ് 95.8. പിന്നെ ഡെപ്റ്റ് ടു ഇക്വിറ്റി 0.04 ഉള്ളൂ. അതേപോലെ തന്നെ പ്ലഡ്ജ് പെർസെന്റേജ് 0 ആണ്. FIAസിന്റെ ഹോൾഡിങ്സ് 6.88, DIAസിന്റെ ഹോൾഡിങ്സ് 32.8, അതേപോലെ തന്നെ പ്രൊമോട്ടർ ഹോൾഡിംഗ് 51.8. ഇനി നമുക്ക് ഈ ഒരു ഹോൾഡിങ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന സമയത്ത് മാർച്ച് 2024 57.86% പ്രൊമോട്ടേഴ്സിന്റെ ഹോൾഡിങ്സ് എങ്കിൽ അത് ഇപ്പോ ജൂൺ ആയപ്പോഴത്തേക്കും 51.83% കുറഞ്ഞിട്ടുണ്ട്. എങ്കിൽ നമ്മൾ FIAസിന്റെ നോക്കുകയാണെങ്കിൽ 3.59% മാർച്ച് 24 ഉണ്ടായിരുന്നത്. എങ്കിൽ അതിപ്പോ ജൂൺ 24 ആയപ്പോഴത്തേക്കും 6.88% അത് ഉയർന്നു. ഏകദേശം 3.29% അവരുടെ ഹോൾഡിങ്സ് അവർ ഉയർത്തി. DIAസിൻ്റെത് കഴിഞ്ഞ മാർച്ചില് 25.23% ആയിരുന്നത്. അത് ഇപ്പോൾ ജൂൺ ആയപ്പോഴത്തേക്ക് 32.83%, അറൌണ്ട് 7.6% അവരുടെ ഹോൾഡിങ്സ് ഉയർത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ 5 സ്റ്റോക്കുകളും തന്നെ നിങ്ങളുടെ അനാലിസിസിൽ ഉൾപ്പെടുത്തുക. ഈ 5 സ്റ്റോക്കുകളിലും FIAസും DIAസും അവരുടെ ഹോൾഡിങ്സ് നല്ല രൂപത്തിൽ ഉയർത്തിയിട്ടുണ്ട്. കാരണം ഞാൻ വീണ്ടും പറയുന്നത്, അവർക്ക് FIAസിനും DIAസിനും അനാലിസിസിന് വേണ്ടിയിട്ട് സ്റ്റോക്ക് ഫണ്ടമെന്റലിയും ടെക്നിക്കലിയും അനാലിസിസ് ചെയ്യുന്നതിനായിട്ട് പ്രൊഫഷണൽ ടീം തന്നെ, സ്കില്ലഡ് ടീംസ് ഉള്ള കമ്പനീസ് ആണ് അവര്. അപ്പം അവരുടെ അനാലിസിസിൽ അവര് ഗ്രോത്ത് കാണുന്നത് കൊണ്ടാണല്ലോ അവരുടെ ഹോൾഡിങ്സ് ഉയർത്തുന്നത്. FIAസും DIAസും അവരുടെ ഹോൾഡിങ്സ് എങ്ങനെ ഉയർത്തി, എത്രത്തോളം ഉയർത്തി എന്നുള്ളത് കഴിഞ്ഞ ക്വാർട്ടറുകളിലായിട്ട് എത്ര ഉയർത്തി എന്നുള്ളത് നിങ്ങൾ കണ്ടു. പക്ഷെ സെയിം ടൈമിൽ തന്നെ ഇപ്പോഴും ഈ പറഞ്ഞ 5 സ്റ്റോക്കുകളും ഡിസ്കൗണ്ട് പ്രൈസിലാണ് അവൈലബിൾ ആയിരിക്കുന്നത്. ഇനി നിങ്ങളുടെ അനാലിസിലും ഈ 5 സ്റ്റോക്കുകളും ഉൾപ്പെടുത്തുക. അപ്പോ ഈ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ ഒരു വീഡിയോന്റെ ഉദ്ദേശം. അപ്പൊ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ള വിശ്വാസത്തോടെ ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ദിസ് ഇസ് VM Rafiq സൈനിങ് ഓഫ്.